ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഒരാഴ്ച കഴിഞ്ഞുള്ള ഒരു പുലർക്കാലം. ജോഗിങ് കഴിഞ്ഞ് വയറിംഗ് ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറി. ഗാർഡനിൽ നിൽക്കുന്ന രാധികയെ അവൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. പൂക്കൾ പൊട്ടിക്കുകയാണ് രാധിക. അവളെ നോക്കി അവൻ മുന്നോട്ട് നടന്നു. വൈരേട്ടാ. വികാരം തുളുമ്പി വീഴുന്ന അവളുടെ വിളിയിൽ പല്ലിയേരിച്ചുകൊണ്ട് അവനും തിരിഞ്ഞു നോക്കി. എന്തൊരു വിളിയാടിയത്? ചിച്ചുന്നോ വൈരെന്നോ വിളിക്കടി, തെറി വിളിക്കുമ്പോഴുണ്ടല്ലോ കേൾക്കാൻ. പല്ലി അടിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം മുന്നോട്ട് നടന്നു അവൻ. പുറകെ അവളും വെച്ച് പിടിച്ചു. ഇങ്ങനെ ചൂടാവാതെ വാ, നമുക്ക് കുറച്ച് നടക്കാം. എത്ര നാളായി നമ്മളിങ്ങനെ നടന്നിട്ട്. ഏട്ടന് പഴയ പോലെ എന്നോടൊരു സ്നേഹമില്ല. ഇപ്പൊ എല്ലാത്തിനും അഞ്ജലി മാത്രം മതിയല്ലോ. കുഴഞ്ഞു മറിഞ്ഞുള്ള രാധികയുടെ സംസാരം കേട്ട് അവന് വിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് ഇടുപ്പിൽ കൈകൂത്തി അവനെ നോക്കി അവളെ. രാധിക നാണത്തോടെ മുഖം കുനിച്ചു. അതിനെന്നാ ഞാൻ നിന്നോടൊപ്പം നടന്നിട്ടുള്ളത്? നിന്നെ പോലെ തന്നെയാ എനിക്ക് അഞ്ജലി. എന്നോട് ചെല്ലം കാണിക്കാൻ വരുത്തുന്ന എത്ര തവണ ഞാൻ നിന്നോട് വാൺ ചെയ്താ? അങ്ങനെ ചോദിക്കുമായിരുന്നു ഇവളോട്. രാവിലെ തന്നെ അവിടെ ഒരു ഗാർഡൻ ഷോ. ആ പൂത്തുക്കുന്ന റെഡ് റോസ് ഫുള്ള് പറിച്ചു വെച്ചിരിക്കുന്നുണ്ടില്ലേ, അസത്ത്. അവിടേക്ക് വന്ന വർഷ ഉച്ചത്തിൽ തന്നെ ചോദിച്ചു. അത് അമ്മമ്മയ്ക്ക് പൂജാമുറിയിലേക്ക് കൊടുക്കാൻ ഞാൻ പറിച്ചതാ. നിഷ്കളങ്ക ഭാവത്തിൽ രാധിക പറഞ്ഞു. അയ്യടാ, നിനക്ക് പിച്ചി പറിക്കാനേ ഇത് ആപ്പൂപ്പ റോസാപ്പൂ അല്ല, വില കൂടിയ ഇമ്പോർട്ടഡ് റോസ് പ്ലാന്റ്സാ. രണ്ടും കൂടി വഴക്ക് തുടങ്ങിയതും ആ ഗ്യാപ്പിൽ തറയുന്നു തുടഞ്ഞ് വൈൻ വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോയി. വീച്ചൂട്ടാ, അവിടെ നിൽക്ക്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ജാനകി വർമ്മയുടെ പിൻവിളിയിൽ അവനവിടെ നിന്നു. ആ പറയൂ ചമ്മേ. ഇന്ന് എല്ലാവരോടായിട്ട് ഞാൻ നിന്റെ വിവാഹകാര്യം പറയും. അന്നേരം നീ ഒരു തീരുമാനം എന്നോട് പറഞ്ഞിരിക്കണം. രുദ്രനോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചതാ. നിന്റെ തീരുമാനം കൂടി അറിയാനുള്ളൂ. സിനിമ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് എന്നും ഇങ്ങനെ നടക്കാൻ നീ കരുതണ്ട. വിവാഹം കഴിഞ്ഞാലും ഇതൊക്കെ ആവാം, മനസ്സിലായോ? അച്ഛമ്മ, എനിക്ക് ഇന്ന് തന്നെ ബാംഗ്ലൂർ തിരികെ പോകണം. ദി ഫൈനൽ ഷൂട്ട് വാസ് പോസ്റ്റ്പോൺ ബിക്കോസ് ഓഫ് മീ. 1 month കഴിഞ്ഞ് ഞാൻ തിരികെ എത്തും. സോ ഞാൻ വന്ന ശേഷം കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനിക്കാം. അതുപോലെ അവൻ പറയുന്ന കേട്ട് ജാനകിയുടെ മുഖവും തെളിഞ്ഞു. നാരായണ, അപ്പൊ നിനക്ക് ഈ പിള്ളേരെ ഇഷ്ടമാണോ കൊച്ചു മോനെ? എല്ലാവരെയും ഒരുമിച്ച് കിട്ടാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ഒരാൾ. ആദ്യം നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് ഒരാളെ ഫിക്സ് ചെയ്തിട്ട് തന്നെ അറിയിക്കുക. ആളെ ഞാൻ കിട്ടിക്കോളാം. നാവിൻ തുമ്പാൽ കവിളൊഴിഞ്ഞുകൊണ്ട് അവനത് പറഞ്ഞു നിർത്തി. ഡാടാ, നീ എനിക്ക് അത്രയും വലിയൊരു പണി തരേണ്ടിയിരുന്നില്ല. നിനക്ക് നല്ല പോലെ അറിയാം അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഈ വീട്ടിലൊരു കലാപം നടക്കുന്നു. ഏതായാലും നിന്റെ ബുദ്ധി കൊള്ളാം. അച്ഛമ്മ, വൈരിനോട് കളിക്കാൻ നിൽക്കല്ലേ. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് പൂർണ്ണ ഉറപ്പുള്ളതുകൊണ്ടല്ലേ എന്നോട് തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടുന്നത്. എന്നാ കേട്ടോ, നിങ്ങളെല്ലാവരും കൂടി ഒരാളെ കണ്ടുപിടിക്കുക. രാധിക, അഞ്ജലി, പ്രിയ, വർഷ, ഇതിലൊരാളെ ചൂണ്ടിക്കാണിക്കുക. അവൾ ഈ വൈരിന്റെ സ്വന്തം. മുറപ്പെണ്ണുകൾ ഇനിയുണ്ടെങ്കിൽ അവറ്റകളെയും കൊണ്ടുവന്ന് നിർത്ത്. കേട്ടാ വൈര്യൻ തയ്യാറാ? വൈരിന്റെ ഉറച്ച സ്വരത്തിൽ ആ മാൻഷനൊന്ന് ഇളകി. ജോഗിങ് കഴിഞ്ഞു വന്ന രുദ്രദേവർമ്മ പുഞ്ചിരിച്ചു. അയാൾ തന്റെ മകനിൽ ഒരു നിമിഷം അയാൾ തന്നെയാണ് കണ്ടത്. പുറകെ കയറി വന്ന രാജഗോപാലും മധുവെന്ന് പരസ്പരം നോക്കി. ഈ കാര്യത്തിൽ തങ്ങൾ രണ്ടുപേരും ഒരു ഒത്തുതീർപ്പിലെത്തില്ലെന്ന് ഇരുവർക്കും ധാരണയുണ്ടായിരുന്നു. വൈരിൻ എന്ന വൈഡൂര്യം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ആരും തയ്യാറായില്ല. അവിടുന്ന് ഇവിടുന്ന് വന്ന പെൺതരികൾ കൂട്ടം കൂടി സ്വയം ആശ്വസിച്ചു. അപ്പൊ അവനെല്ലാവരോടും താല്പര്യമുണ്ട്. ഒന്ന് ആഞ്ഞു ശ്രമിച്ച ആ ഗോൾ തനിക്ക് തന്നെ കിട്ടും എന്ന് ഓരോരുത്തരും സ്വപ്നം കണ്ടു. രുദ്ര, എനിക്ക് നിന്നോട് സംസാരിക്കണം. എന്റെ മുറിയിലേക്കൊന്ന് വരൂ. ജാനകി വിളിച്ചതും രുദ്രദേവി യാതൊരു മടിയും കൂടാതെ അമ്മയ്ക്കൊപ്പം അവരുടെ മുറിയിലേക്ക് നടന്നു. ആ കാഴ്ച കണ്ടതും ദേവിയുടെ മുഖം ചുളിഞ്ഞു. അമ്മയുടെ തീരുമാനങ്ങളെല്ലാം രഹസ്യമാണ്. അവരുടെ വാക്കുകൾക്കാണ് തന്റെ വാക്കുകളേക്കാൾ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. ഒപ്പം നിന്ന രേവതി ദേവിയുടെ കയ്യിൽ ആകുലതയോടെ പിടിമുറുക്കി. അഞ്ജലി മോളുടെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനമില്ല ദേവിയെ. നിന്റെ മോൻ അവളെ കെട്ടിയില്ലെങ്കിൽ എന്റെ മോളെ ആത്മഹത്യ ചെയ്യും. ഏടത്തി വിഷമിക്കാതെ ഞാൻ എങ്ങനെയും വിച്ചൂട്ടിനെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. എന്തായാലും രുദ്രേന്റെ പെങ്ങന്മാർക്ക് തട്ടിക്കളിക്കാൻ എന്റെ മോനെ ഞാൻ വിട്ടുകൊടുക്കില്ല, ദേവിക ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അടുത്ത ദിവസം ഫ്ലാറ്റിലെത്തിയാണ് വൈരി. അഞ്ജലിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഷൂട്ട്. അതുകൊണ്ട് തന്നെ അവൾ അവൻ കൂടെ കൂട്ടിയില്ലെന്നുള്ളതാണ് വാസ്തവം. ഫ്ലാറ്റിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് ഓടിയെത്തിയത് അന്നത്തെ ഓർമ്മകളായിരുന്നു. ഏകയുമൊത്ത് അവിടമാകെ ഓടി നടന്നോർക്കെ ഇടുപ്പിൽ കൈകുത്തി അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ആഞ്ഞു നിശ്വസിച്ചു. ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ കണ്ടു ഫ്രിഡ്ജിന്റെ താഴേക്ക് കിടക്കുന്ന ഒരു വൈറ്റ് കളർ ബട്ടൺ. അവളുടെ ഷർട്ടിന്റെ ബട്ടൺ. അവനത് കയ്യിലെടുത്തൊന്ന് ഉയർത്തിവിട്ട് ക്യാച്ച് ചെയ്തു. അവളുടെ ആ സൂപ്പർ സ്റ്റാർ എന്നുള്ള ആ വിളി, അതാണ് പഴയ കുറെ ഓർമ്മകളിലേക്ക് അവനെ കൊണ്ടുപോയത്. തനിക്കെല്ലാ പെൺകുട്ടിയെ അറിയാത്തേ ഉള്ളൂ. അവൾക്ക് തന്നെ അറിയാമല്ലോ. ഇനി അവൾ തന്നെ തേടി വന്നതാവോ? ഏകയുടെ അടുത്ത് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് തനിക്ക് ആ പെൺകുട്ടിയുടെ ഓർമ്മകൾ വരുന്നത്? ആൾ കൂടെയുള്ള പോലെ തോന്നുന്നു. ആ ടാറ്റു അതാരുടെ ആയിരിക്കും? ഒരിക്കൽ കൂടി നോക്കിയതും കണ്ണിൽ നിന്ന് മറഞ്ഞ ആ മുഖം, അത് എന്തുകൊണ്ടാണ് തന്റെ മുഖമായി തനിക്ക് തോന്നുന്നത്? പണ്ട് അങ്ങനെ ഒരു ടാറ്റു ചെയ്യുമെന്ന് അവൾ പറഞ്ഞുകൊണ്ടാവുമോ? ഏകയുടെ ശരീരത്തിൽ കണ്ട ടാറ്റു തന്റേതാണെന്ന് തനിക്ക് തോന്നുന്നത്? ഏക, നീ ആരടി?
നാളെ മുതൽ നിനക്കുള്ള പണി ഞാൻ തരാം. ആദ്യം നിന്റെ നെഞ്ചിൽ കയറി കൂടി അവൻ ആരാന്ന് ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. പിന്നെ നീയാണ് അവളെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്നുള്ള വിളി മാറ്റി ക്രഷേ നിന്നെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചിരിക്കും. ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവനെപ്പോഴോ ഉറങ്ങി. ഒപ്പം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉറക്കം പിടിച്ചിരുന്നു. രാവിലെ ഓഫീസിലെത്തിയതാണ് ഏക. ഒപ്പം ഋതുവും ആതിരയുമുണ്ട്. ഓഫീസിൽ തിരികെ കയറിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ്. ഇത്രയും ദിവസവും ഓഫീസിൽ തന്നെയായിരുന്നു ഡ്യൂട്ടിയും. വൈരിനെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ പെണ്ണ് മുഖം തിരിച്ച് നടക്കാൻ തുടങ്ങി. പക്ഷേ വാകേറിയ ദൈവം മുന്നിൽ കൊണ്ട് നിർത്തുമെന്ന് പറയും പോലെ മൊബൈൽ ഫോണിൽ നിറഞ്ഞിരിക്കുന്ന ചെക്കിന്റെ റൊമാൻസ് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. മുന്നിൽ കാണുന്നതൊക്കെ സ്ക്രോളി വിട്ടു. അവസാനം ഫോൺ വരെ കൈകൊണ്ട് തൊടാതെയായി. ഏക പുതിയ വർക്ക് വന്നിട്ടുണ്ട്, ഫീൽഡാ, നിനക്കൊരു തീരുമാനം ഡ്യൂട്ടി. മുകേഷ് എന്ന് പറഞ്ഞു. നോക്കുത്തിപ്പണി വന്നെന്ന് മനസ്സിലായി ഇരുവർക്കും. പട്ടിപ്പണി വല്ലതും ആണോ സാർ? തിന്നാനും കുടിക്കാനും കിട്ടിയാൽ മതിയായിരുന്നു. ഏകയുടെ പറച്ചിൽ കേട്ട് മുകേഷ് ഒന്ന് ചിരിച്ചു. പട്ടിപ്പണി തന്നെയാ, ഷൂട്ടിംഗ് ലൊക്കേഷനാ. ആ കേട്ടതും കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം തരിപ്പിൽ കയറി ഏക ഒന്ന് ചുമച്ചു. ഇപ്പോഴേ വെള്ളം കുടിക്കേണ്ട ഏക, ഇനി കിടക്കുന്നേ ഉള്ളൂ. മുകേഷ് ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരു ഫയൽ അവൾക്ക് നേരെ നീട്ടി. അതെന്തൊരു വല്ലാത്ത വർത്തമാനം? ആൾ പുരികം ചൊളിച്ച് അയാളെ നോക്കി ചോദിച്ചു. ആ കാണാൻ പോകുന്ന പൂരെന്തിനാ പറഞ്ഞറിയിക്കുന്നേ? നിങ്ങളെ കൊണ്ടുപോകാൻ വണ്ടിപ്പ് വരും. മുകേഷ് സർ, ഞങ്ങളൊന്ന് വല്ല പോത്തോ കാളയോ മറ്റാണോ? ഒരുമാതിരി കശാപ്പിയാൻ കൊണ്ടുപോകും പോലെയാണല്ലോ പറയുന്നത്. കൊല്ലാനാണോ വളർത്താനാണോ എന്ന് ആർക്കറിയാൻ തമ്പുരാനെ. അയാൾ മുകളിലേക്ക് നോക്കി കൈകൂപ്പി പറഞ്ഞു. അത്രയും നേരം വായും തുറന്നിരുന്ന ഋതു മൊഴിഞ്ഞു തുടങ്ങി. അതെ, കുറച്ചു മാസം കഴിഞ്ഞ എന്റെ കല്യാണ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? എന്റെ പിള്ളേരെ യൂണിഫോമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആരാ? ആരാ? രണ്ടുപേരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. പോരാളികൾ, നമ്മുടെ കമ്പനിയിൽ നിലനിർത്തി പിള്ളേരെ, വാരിയർ സെക്യൂരിറ്റി ഗാർഡ്സ്. ജയിച്ചു ആ മക്കളെ. അതും പറഞ്ഞ് മുകേഷ് ഒരു പോക്കങ്ങ് പോയി. മുകേഷ് പറഞ്ഞ പോലെ പിള്ളേര് യൂണിഫോമിൽ കയറിയതും പിള്ളേരെ കൊണ്ടുപോകാനുള്ള ഒരു കാർ പുറത്തു വന്നിരുന്നു. കയ്യിൽ ഫോണും കിട്ടിയ ഫയലുമായി പിള്ളേർ ആ കാറിന്റെ അടുത്തേക്ക് നടന്നു. കാറിൽ നിന്നിറങ്ങിയ ഡേവിഡിനെ കണ്ടതും ഋതു ചിരിച്ചു. വാ കയറ്. ഡേവിഡ് കാർ ഡ്രൈവർ സീറ്റ് ഡോർ കൊടുത്തും ഋതു ചാടി മുന്നിൽ കയറി. പക്ഷേ ഒരു പേപ്പർ കിട്ടിയാൽ പഠിച്ച് പണ്ടാരടങ്ങും നമ്മുടെ കൊച്ച് ഫയൽ പരിശോധിക്കാൻ തിരക്കിലായിരുന്നു. സ്വന്തം സെക്യൂരിറ്റി സ്വയം നോക്കണല്ലോ. ആരാ എന്താ ഇവിടേക്കാന്ന് നോക്കാതെ ഒരു കാറിൽ കയറി പോയാ പോരല്ലോ. ആ തിരക്കിനിടയിൽ ഒരു കള്ളച്ചിരിയോടെ കാറിൽ കയറി ഡേവിഡിനെ അവൾ കണ്ടില്ല. ഫയലിൽ എത്ര തലകുത്തി മറിഞ്ഞിട്ടും ഗസ്റ്റിന്റെ പേര് മാത്രം കിട്ടിയില്ല ഏകക്ക്. പുറകിലെ ഡോർ തുറന്നു വന്ന് കാണേ ഫയലും കൊണ്ട് അവൾ കാറിന്റെ പുറകിൽ കയറി ഡോർ അടച്ചു. ഡി, ഇതിൽ ആരുടെ നോക്കുത്തിയാണ് നമ്മളെന്ന് എഴുതിയിട്ടില്ലല്ലോ. ഒരിക്കൽ കൂടി ഫയൽ തുറന്നു പിടിച്ച് ആൾ തന്റെ അടുത്തിരിക്കുന്ന ഋതുവിന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു. നിന്നോടല്ലേ ചോദിച്ചേ, കേട്ടില്ലേ നീ? പക്ഷേ തന്റെ തൊട്ടടുത്ത് താൻ പോയി ഒട്ടിയിരിക്കുന്ന വ്യക്തിക്ക് വല്ലാത്തൊരു മണം, അതും പരിചയമുള്ള പെർഫ്യൂം. ആൾ മുഖം ചരിച്ചും നോക്കി. കറുത്ത പാന്റും വൈറ്റ് ഷർട്ടും. നീ എപ്പോഴാ ഡ്രസ്സ് മാറിയടി? അവൾ ഞെട്ടി ആ മുഖത്തേക്ക് നോക്കി. മുഖത്ത് ഭാവങ്ങളൊന്നും തന്നെ ഇല്ലാതെ തന്നെ നോക്കിയിരിക്കുന്ന ഒരുവൻ. തോളോട് തോളൊരുമി ചേർന്നിരിക്കുകയാണ് താൻ. മുന്നിലിരുന്ന ഋതുവിന്റെ നാവിറങ്ങിയിട്ട് കുറെ നേരമായി. ഡേവിഡിനൊന്ന് ഉറക്കെ ചിരിക്കണം തോന്നി. ഏകക്കാണിൽ കരയാനാണ് തോന്നിയത്. അവൾ ആ മുഖത്ത് നോക്കിയൊന്ന് വിതുമ്പി. സുഭാഷ്, നീ എന്റെ നോക്കൂത്തിയാ. വൈരിന്റെ ഉത്തരദേവ ഓർമ്മയുടെ ഒട്ടാതെ അങ്ങോട്ട് നീങ്ങിരിക്കടി. ഏക കാറിലിരുന്ന് ഉരുകി വലിച്ചു. നീങ്ങിരിക്കാൻ പറഞ്ഞുകൊണ്ട് വൈരിൻ അലറിയ നിമിഷം ഡോറിലേക്ക് അവളെ തന്നെ ഒട്ടിച്ചു വെച്ചു. എങ്കിലും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ട് അവൾക്ക് എത്തും പിടിയും കിട്ടിയില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈരി നാട്ടിലേക്ക് പോയി അറിഞ്ഞുകൊണ്ട് മാത്രമാണ് താൻ തിരികെ ജോലിക്ക് കയറാൻ തീരുമാനിച്ചെന്നെ. അപ്പൊ ഇയാളുടെ ഷൂട്ട് കഴിഞ്ഞില്ലേ ആവോ ഓർത്തുകൊണ്ട് തന്റെ വലതുവശത്തിരിക്കുന്നവനെ അവളൊന്ന് പാളി നോക്കി. വല്ലാത്തൊരു ഗൗരവമാണ് മുഖത്ത്. കാലൻ കാണുന്ന പോലെയല്ല, അഹങ്കാരി. എന്തിനു പറയുന്നു? മടൽ വെട്ടി 10 പെട കിട്ടേണ്ട എനിക്കാ. ഈ കാലമാണോട് ക്രഷ് അടിക്കാൻ തോന്നിയ നിമിഷം അവന്റെ ഒരു മിൽക്കി ബാറും എൻ്റെ ഒരു മഞ്ചാടിക്കുരു. സ്വയം ചുണ്ടിനിടയിലിട്ട് പിറുവിറുക്കുന്നതിനിടയിലാണ് പാനിന്റെ പോക്കറ്റിൽ കരുതി വെച്ച മിൽക്കി ബാർ ചോക്ലേറ്റിനെ കുറിച്ച് ഓർമ്മ വന്നത്. ആ നിമിഷം തന്നെ ഇടം കണ്ടിട്ട് തന്റെ വലതുവശത്തേക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കി അവൾ. ഫോണിൽ തോണ്ടി ഇരിപ്പാണ്. ഇടയ്ക്കിടെ വയറിൽ അമർത്തി പിടിച്ച് ഞെരിപിരി കൊള്ളുന്നുമുണ്ട്. ഇനിയിപ്പോ വിശന്നിട്ടാവോ? അവൾ സ്വയം ഓരോന്നോർത്തുകൊണ്ട് പാനിന്റെ പോക്കറ്റിൽ നിന്ന് ചോക്ലേറ്റ് എടുത്ത് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. കഴിച്ചുകൊണ്ട് അവനെ നോക്കിയതും കണ്ടു. അവളെ തന്നെ തുറച്ചു നോക്കി ഇരിപ്പാണ് അവൻ. അവളെയും കയ്യിലെ ചോക്ലേറ്റിനെയും മാറി മാറി നോക്കിയ ശേഷം ഷർട്ടിന് മുന്നിൽ തൂക്കിട്ടിരിക്കുന്ന സൺഗ്ലാസ് എടുത്ത് കണ്ണിൽ വെച്ച് വൈരി. ഡേവിഡ്, ഗീവ് മീ മൈ മെഡിസിൻ, എനിക്ക് വേദനിക്കുന്നു. അല്പസമയം കഴിഞ്ഞതും വൈരിൻ പറയുന്ന കേട്ട് ഏകാവനെ നോക്കി. വയറ്റിൽ കൈവച്ച് വൈരിൻ സീറ്റിൽ ചാരിയിരിക്കുന്നതാണ്. ഡേവിഡ് വേഗം കാർ സൈഡ് ഒതുക്കി നിർത്തി. ഋതു, ഡാഷിലൊരു മെഡിസിൻ കവർ ഉണ്ട്, പെട്ടെന്ന് ഇങ്ങെടുക്ക്. ഡേവിഡ് പറഞ്ഞു. ഋതു ഡാഷ് ബോർഡ് ഡ്രോയിൽ തുറന്ന് മെഡിസിൻ കവർ എടുത്ത് ഡേവിഡിന് നേരെ നീട്ടി. ഡോറിന്റെ സൈഡിലിരുന്ന ഒരു ബോട്ടിൽ വെള്ളവും ഒരു ടാബ്ലറ്റും ഡേവിഡ് ഏക്ക് നേരെ നീട്ടി. ഇത് പെട്ടെന്ന് സാധനം കൊടുത്തേ, വേഗം.
പകപ്പോ പിടപ്പോ അനാവശ്യ ചിന്തയൊന്നും അവളിൽ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഡ്യൂട്ടിയുടെ ഭാഗമാണെന്നറിയാം. വേഗം തന്നെ അവളത് വാങ്ങി. ക്രഷ് അമ്മേ സർ, വൈൻ സർ. ആദ്യം വായിൽ വന്നൊരു ഞെട്ടലോടെ വിഴുങ്ങിക്കൊണ്ട് കണ്ണടച്ച് സീരിയൽ ചാരിയിരിക്കുന്നവനെ അവൾ വിളിച്ചു. അവൻ കണ്ണു തുറന്ന് ഏകയെ നോക്കാതെ തന്നെ അവൾക്ക് നേരെ കൈ നീട്ടി. പക്ഷെ ഏക ഒരു നിമിഷം സ്റ്റെക്കായി. പ്രോട്ടോകോൾ, അത് വിട്ടൊരു കളിയുമില്ല. വെയിറ്റ്, അതും പറഞ്ഞ് ഏക ഡേവിഡിനോടായി ചോദിച്ചു. ഡേവി, ഇത് എന്തിനുള്ള മെഡിസിനാ? എന്താ മെഡിസിന്റെ പേര്? എവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? ആരാ ഇത് പ്രിസ്ക്രൈബ് ചെയ്തത്? ഒറ്റ ശ്വാസിലെ ചോദിക്കുമ്പോൾ അസ്വസ്ഥതയോടെ ഡേവിഡ് നെറ്റിൽ വിരലോടിച്ചു. ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. ഈ കുരുപ്പ് വാങ്ങി കൂട്ടും. ഡേവിഡിന്റെ തലയിൽ കൈവച്ചുള്ള ഇരുത്തം കണ്ടതും ഋതു ചത്ത പോലെ ഇരുന്നു. ഞാൻ ഈ സീനിലില്ലേ, ഞാൻ അന്തയും മൂകയും ബദിരയും ആവുന്നു. ആമേൻ. വൈരിൻ കണ്ണുകൾ മുറുക്കി അടച്ചൊന്ന് തുറന്നു. കൂളിംഗ് ഗ്ലാസ് കണ്ണിൽ നിന്ന് മാറ്റി ഏകരും നോട്ടങ്ങ് നോക്കിയവൻ. ദൈവമേ, ഈ ഗുളിക ഞാൻ തന്നെ അങ്ങ് വിഴുങ്ങാം. ഏക സ്വയം ഓർത്തുകൊണ്ട് അവനെ നോക്കി. അത് സർ, കമ്പനി പ്രോട്ടോകോള്. ആൾ പറഞ്ഞു കഴിഞ്ഞില്ല. അതിനു മുന്നേ അവിടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് വൈരിൻ. ഈ ടാബ്ലറ്റിന്റെ ജാതകം നോക്കാൻ നീ എനിക്ക് തരില്ലേ? പെട്ടെന്നുണ്ടായ പതർച്ച മാറ്റിവെച്ച് ആൾ കുറച്ച് ബോർഡായി. ഒപ്പം മുഖം അല്പം പിന്നിലേക്ക് ചായച്ചു വെച്ച് അവരിൽ നിന്ന് അകലം പാലിച്ചു. സോറി സർ, അക്കോർഡിംഗ് ടു കമ്പനി പ്രോട്ടോകോൾ എനിക്ക് സാറിന് സുരക്ഷ നോക്കണം. കാരണം ഞാൻ സാറിന്റെ ഗാർഡാണ്. ഈ മരുന്നിന്റെ ഡീറ്റെയിൽസ് അറിയാതെ എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഈ ഗുളിക സാറിന് തരേണ്ടത്? ഇത് വിഴുങ്ങി അല്ല, ഇത് കഴിച്ച് സാറിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ തൂങ്ങും. അല്ല, എനിക്ക് പ്രോബ്ലം ആവും. സോറി, ഇതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. നീ എന്റെ ഗാർഡാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? അവന്റെ അടുത്ത ചോദ്യം വന്നു. നേരത്തെ സാറിന്റെ നോക്കുത്തി. ആൻസർ മീ. ആ അലർച്ചയിൽ കാറൊന്നും ഉലഞ്ഞ്. നോ സർ. ആൾ വരങ്ങനെ തലയാട്ടി. പിന്നെ നീ എന്തിനാണ് ഈ പ്രസംഗിക്കുന്നത്? സർ, ഈ ഗുളിക ഞാൻ സാറിന് തരില്ലെന്നാ പറഞ്ഞ്, പകരം ഡേവി തരും. അപ്പൊ സാറിന് എന്ത് പറ്റിയാലും എനിക്കൊരു പ്രോബ്ലം ഇല്ല ലേ. കണ്ണീ ചോരയില്ലാതെ അവളങ്ങ് പറഞ്ഞുപോയി. ആളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ വൈരിൻ അലറി. ഡേവിഡ് ഒരു പിടപ്പോടെ കാറിൽ നിന്ന് ചാടി ഇറങ്ങി. ഏകയുടെ സൈഡിലെ ഡോർ വലിച്ചു തുറന്ന് അവളുടെ കയ്യിൽ നിന്ന് ഗുളികയും വെള്ളം പിടിച്ചു വാങ്ങി ഡേവിഡ്. എന്നിട്ട് വൈരിനിരിക്കുന്ന വശത്തേക്ക് വന്നുകൊണ്ട് വൈരിന്റെ കയ്യിൽ കൊടുത്തു. അവനത് വാങ്ങി വായിലേക്കിട്ട് വെള്ളം കുടിച്ചു. 1-2 നിമിഷം കണ്ണടച്ചിരുന്ന ശേഷം അതീവ ദേഷ്യത്തിൽ ഏകയെ നോക്കി അവൻ പറഞ്ഞു, ഗെറ്റ് ഔട്ട്. എന്താ? ഏക കണ്ണുമിഴിച്ചു. ഐ സെഡ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ കാർ. ഓക്കെ സർ. വളരെ കൂളായി ഷോൾഡർ ഒന്ന് ഉയർത്തിക്കൊണ്ട് അതും പറഞ്ഞ് ആൾ കാറിൽ നിന്നിറങ്ങി റോഡിന്റെ ഒരു വശം ചേർന്ന് ഒതുങ്ങി നിന്നു. ഡേവിഡ്, വണ്ടി എടുക്ക്. 1/2 മണിക്കൂറിൽ എനിക്ക് ലൊക്കേഷൻ എത്തണം. ഫാസ്റ്റ്. ഡേവിഡ് നിന്ന് പരിങ്ങി. ഏകയുടെ ഇറക്കി വിടാനാണ് വൈരിന് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏക ഒറ്റയ്ക്ക് വരേണ്ടി വരും. പക്ഷെ ഇപ്പൊ അത് വൈരിനോട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയവും സന്ദർഭമല്ല. കാറിലേക്ക് തിരികെ കയറുന്നതിന് മുമ്പായി ഡേവിഡ് ഏകയെ നോക്കി. നിനക്കിത് എന്തിന്റെ കേടന്റെ കൊച്ചെ? അത് വെറൊരു പെയിൻ കില്ലർ ടാബ്ലറ്റ് ആയിരുന്നു. വൈരിൻ സാറിന് സ്റ്റോമക് അൾസറാണ്. പിന്നെ ഒരു കാര്യം, വൈരിൻ സാറിന്റെ അമ്മയും അഞ്ജലി മാം വാമിക മാമൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ദേവൻ സാറാണ് അവർക്കൊരു സഹായത്തിൽ നിങ്ങൾ ഡ്യൂട്ടി കയറ്റിയത്. ഡേവിഡ് പറഞ്ഞു. അവൾ അവരെ തുറച്ചു നോക്കി. പിന്നെ അവനൊക്കെ സൂപ്പർ സ്റ്റാർ എന്തിനാ എന്നോട് പറഞ്ഞു ഇനി മുതൽ ഞാൻ അയാളുടെ നോക്കുത്തിയാണെന്ന്? അത് മാത്രം എനിക്ക് മനസ്സിലായില്ലേക്ക. ദേവികാമ്മയെ 2 ദിവസം കഴിഞ്ഞാൽ വരുന്നത്. പക്ഷെ രാവിലെ വൈകുന്നേരം സാറ് നിങ്ങളെയും കൂടെ കൂട്ടാൻ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. ഇനി അന്നത്തെ നിന്റെ ചിക്കൻ കറിക്ക് നിനക്കിട്ട് പണിയറാനാവും. ആ ശരിയാ, പണി ഇപ്പൊ തന്നെ ചോദിച്ചു വാങ്ങില്ലേ നീ? കാറിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ നിന്നെ? കരഞ്ഞ് കാറ് പിടിച്ചാലും സാറ് നിന്നെ ഇനി വണ്ടി കയറ്റില്ല. എന്തായാലും ഞാൻ നിനക്കൊരു ലൊക്കേഷൻ അയക്കാം. ഏതെങ്കിലും വണ്ടിക്ക് തലവെച്ച് കയറി വരാൻ നോക്ക്. ഇല്ലൊരു കാര്യം ചെയ്യേ, 1 മണിക്കൂർ നീ ഇവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ ഒന്ന് പിക്ക് ചെയ്തോളാം. അതിനാ മരങ്കോട് സൂപ്പർ സ്റ്റാർ നിന്നെ വിട്ടില്ലെങ്കിലോ? കാലമാടൻ നീടി ചുമ്മാ ഇരുന്ന സാറിന് നീ നിന്റെ കൊടുക്കുന്ന പ്രോട്ടോകോൾ പറഞ്ഞ് എരികേറ്റിച്ചിട്ടത്. അതും ഇതും പറഞ്ഞാലുണ്ടല്ലോ, ചില എമർജൻസി സിറ്റുവേഷനിൽ പ്രോട്ടോകോളൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരുന്ന ബേസിക് ഹ്യൂമാനിറ്റിയാ. വൈരിൻ സാറിന് തീരെ വയ്യാതിരുന്ന് നീ കണ്ടല്ലേ? അപ്പോഴവൾക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വരെ കാണും പോലും. രുദ്ര സാർ പോലെ ആയിരുന്നെങ്കിൽ നിന്നെ ഒറ്റയടിക്ക് കൊന്നേനെ. അതാരാ? ഏക ഒരു പുച്ഛത്തോടെ ചോദിച്ചു. വൈരിൻ സാറിന്റെ അച്ഛൻ രുദ്രദേവർമ്മ. ഓ, ഇയാളുടെ വാല്. പുച്ഛത്തോടെ വീണ്ടും അവൾ പറയുന്ന കേട്ട് ഡേവിഡ് അമ്പരന്നു. എന്തോന്ന്? ഇയാളുടെ വാലെന്ന് മീൻസ് ഫുൾ നെയിം വൈരിൻ രുദ്രദേവർമ്മ. പിന്നെ ബേസിക് ഹ്യൂമാനിറ്റി കാണിക്കാൻ എനിക്ക് കൂടി തോന്നണ്ടേ? അയാളുടെ അടുത്ത് ഞാൻ വെറൊരു ബോഡി ഗാർഡ് മാത്രമായിരിക്കും. നിന്നെ പോലെ മെന്റൽ അറ്റാച്ച്മെന്റ് ഒന്നും എനിക്ക് അയാളോട് കാണിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഡ്രൈവർ സീറ്റ് ഡോർ തുറന്നിടുന്ന കാരണം ഇരുവരുടെയും സംസാരം കാറിലിരിക്കുന്ന വൈരിൻ ഋതുവും നല്ലപോലെ കേട്ടു. ഋതു ആകെ വല്ലാതെയായി. അവൾ റിയർ വീമറിലൂടെ പുറകിലിരിക്കുന്ന വൈരിനെ നോക്കി. മുഖമൊക്കെ വലിഞ്ഞു മുറുകി അതീവ ദേഷ്യത്തിലിരിപ്പാണ്. പെട്ടെന്ന് തന്നെ വൈരിൻ കാറിന്റെ ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ദേഷ്യത്തോടെ തന്നെ ഇരുവരെയും മാറി മാറി നോക്കി ഡോറ് വലിച്ചടച്ചുകൊണ്ട് തുറന്നു കിടക്കുന്ന ഡ്രൈവർ സീറ്റിലേക്ക് കയറി ഡോർ അടച്ചു. ഏക അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നിനക്ക് ജീവനുണ്ട് എവിടെ വെച്ച് കാണാം. അതും പറഞ്ഞ് ഡേവിഡ് വേഗത്തിൽ കാറിന്റെ പുറകിൽ ചാടി കയറി. ജസ്റ്റ് മിസ് എന്നും പറയും പോലെ വൈരിൻ കാറ് വേഗത്തിൽ മുന്നോട്ടെടുത്ത് ചീറിപ്പാഞ്ഞു പോയിരുന്നു. ഏക ഒന്ന് ചുറ്റും കണ്ണോടിച്ചു. ഇതിനകം സിറ്റിയിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു. വിജനമായ ഈ പാതയുടെ ഒരു വശത്ത് അല്പം ദൂരെയായ ഒരു പഴയ ഫാക്ടറി എന്ന് തോന്നിയ വിധത്തിൽ
ആകാശത്തേക്ക് ഉയർന്നിൽക്കുന്ന പുകക്കുഴലുകളോടുകൂടിയ കെട്ടിടം മാത്രമാണുള്ളത്. മറുവശം കാടാണ്. വീണ്ടും കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ മാത്രമാണ് ഡേവിഡ് അയച്ചെന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്താൻ കഴിയുമെന്ന് അവൾക്ക് മനസ്സിലായി. 1-2 വണ്ടികൾക്ക് അവൾ കൈ കാണിച്ചു. പക്ഷെ ആരും നിർത്തിയില്ല. പെട്ടെന്നാണ് അതുവഴി ഒരു സൈക്കിൾ ഉരുട്ടി പ്രായമായ ഒരാൾ നടന്നു വരുന്നവൾ കണ്ടത്. കണ്ടാലേ അറിയാം ഈ നാട്ടുകാരനാണ്. മെലിഞ്ഞ മനുഷ്യനിറക്കമുള്ളൊരു ഷർട്ടും മുണ്ടുമാണ് ധരിച്ചിരിക്കുന്നത്. തലയിലൊരു കെട്ടുമുണ്ട്. ഏകയെ കണ്ടതും അയാൾ തെല്ലൊരു അമ്പരപ്പോടെ അവളെ നോക്കി. ഇല്ലേ മച്ചി ഏനു? അതാണ് അയാൾ കന്നഡയിൽ ചോദിച്ച്. തപ്പിപ്പറിക്കാണെങ്കിലും ഏകക്കും സംസാരിക്കാനൊക്കെ അറിയാം. ಅಂಕಿಲ್ ನಾನು ಇಲ್ಲಿಯೇ ಸಿಲುಗಿಕೊಂಡಿದ್ದೇನೆ. ನನಗೆ ನಗರത്തിക്ക് ಹೋಗಲು വാഹനം ಸಿಗಬಹುದೇ? അയാളൊന്ന് ചുറ്റും നോക്കിയ ശേഷം അവളെ തുറിച്ചു നോക്കി. കുട്ടി, എന്റെ വീട് ഈ കാണുന്ന ഇടവഴിയെ പോകുമ്പോൾ കുറച്ച് ഉള്ളിലേക്കാ. ഈ സ്ഥലം അത്ര നല്ലതല്ല. ലൊക്കേഷനിലെത്തിയതും വൈരി നേരെ പോയത് അവനായി ഒരുക്കിയിരിക്കുന്ന കാരവാനിലേക്കായിരുന്നു. അകത്ത് കയറിയ ഉടനെ സീറ്റിലേക്ക് മുഷ്ടിയുരുട്ടി പലകുറി ഇടിച്ചു അവൻ. ആ ആഘാതത്തിലാവണം നെഞ്ചിന് താഴെയായി അവൻ അമർത്തിപ്പിടിച്ചു. വേദന അവനെ കാർന്നു നിന്നതായി അവന് തോന്നി. അകാരണമായ ഒരു ദേഷ്യം അവനെ വന്ന് മൂടിയിരുന്നു. അവളുടെ ഒരു പ്രോട്ടോകോൾ. അവൾക്ക് എന്നോട് മെന്റൽ അറ്റാച്ച്മെന്റ് ഇല്ല പോലും. അവളുടെ മുഖമോർത്ത് അവന് വല്ലാണ്ട് ദേഷ്യം വന്നു. ഒപ്പം കാരണമില്ലാതെ അവന്റെ നെഞ്ചിലൊരു പിടപ്പ് അനുഭവപ്പെട്ടു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. 1-2 സീൻ കഴിഞ്ഞ ശേഷം അവിചാരിതമായി പെയ്ത മഴ കാരണം ബാക്കി ഷൂട്ട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഏറെ നേരം കാരവാനിലിരുന്ന ശേഷം അവൻ ഫോൺ എടുത്ത് ഡേവിഡിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അവന്റെ മനസ്സൽപ്പം ശാന്തമായിരുന്നു. വൈകിട്ട് വരുന്നാണ്ട് ഡേവിഡ് കോൾ കെട്ടിയത് അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. ആ ഡേവിഡ്, ഷൂട്ട് ക്യാൻസൽ ആയ സ്ഥിതിക്ക് തിരികെ പോവാം. ആ നോക്കുത്തില്ല അവിടെ. ആ മറ്റവള്, അവളുടെ അഹങ്കാരം കുറഞ്ഞോ? ആരാ സർ? അത് അവള്. എന്താ അവളുടെ പേര്? ഏക, ലൈക്ക് ദാറ്റ്. ചുമ്മാ ഷോ. ഓ, ഏകയോ? അവളെത്തിയിട്ടില്ല സർ. ഞാനിവിടെ കുറച്ച് തിരക്കിലായി പോയി. അവളിപ്പോൾ വീട്ടിലെത്തി കാണാം. സാറിന് രാവിലെ ഒത്തിരി ദേഷ്യമായില്ലേ? നാളെ മുതൽ വരണ്ടെന്ന് പറയാം. ഡേവിഡ് പിന്നീട് പറഞ്ഞൊന്നും അവന്റെ കാതുകൾ കേട്ടില്ല. വാച്ച്? എത്തിയിട്ടില്ലെന്നോ? ഡേവിഡ്, ഇത് ഈവനിങ് ടൈമായി. താൻ അവളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ? താൻ പിക്ക് ചെയ്യാൻ ചെല്ലാമെന്ന് പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ. ഓഹ് സർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറെന്താ ഈ പറയുന്നത്? സാറല്ലേ അവളെ ഇറക്കി വിട്ടത്? ഡേവിഡ് ആകെ വല്ലാതെയായി. ഡേവിഡ്, കോൾ ഹർ. വൈരിനലറി. സർ, ഞാൻ അവളെ ഒത്തിരി വിളിച്ചാ അവൾ ഫോൺ എടുത്തില്ല. ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ അയച്ചു കൊടുത്താ. ആ സ്ഥലം റേഞ്ച് ഇല്ലാത്തൊരു ഏരിയ ആണ് സർ. കുറച്ചു മുമ്പ് വിളിച്ചപ്പോ നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്. ചിലപ്പോൾ തിരികെ പോയിട്ടുണ്ടാവും. തിരികെ പോയിട്ടുണ്ടെങ്കിൽ അവളെ വിളിച്ചാൽ കിട്ടുമായിരുന്നു ഡേവിഡ്. അതിനർത്ഥം ആ ഇഡിയറ്റ് നിന്നെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽപ്പുണ്ടെന്നാ. അതാ നോട്ട് റീച്ചബിൾ പറയുന്നത്. സർ, ഞാനിങ്ങനെ അവളെ പോയി വിളിക്കുക. പിന്നീട് ഓർത്തപ്പോൾ പോണ്ടെന്ന് മനസ്സ് പറഞ്ഞു. അതാ ഞാൻ പോവാതിരുന്നത്. ഞാൻ സാറിന്റെ കാർഡാണ്. ഞാനില്ലാത്ത ടൈമിൽ സാറിന് എന്തെങ്കിലും പറ്റിയാ അറിയാലോ, രുദ്രൻ സാറിനെ വെച്ചേക്കില്ല. അപ്പോഴാണ് ഋതു അവിടേക്ക് ഓടി വന്ന്. രവി, ഏകെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. രവി, പെട്ടെന്ന് വാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ആ സ്ഥലം അത്ര ശരിയല്ല. ഇവിടെ ഒരു സ്റ്റാഫ് പറഞ്ഞ ആ ഏരിയയിൽ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ കള്ളന്മാരും കൊള്ളക്കാരും പതുങ്ങിയിരുന്ന് കവർച്ച നടത്തുന്ന ഇടാത്രേ. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ സിറ്റിയിൽ നിന്ന് അവരുടെ ആൾക്കാർ ഫോളോ ചെയ്യും. ആ സ്ഥലത്തെത്തുമ്പോഴാണ് അവർ വാഹനങ്ങളെ ആക്രമിക്കാമെന്ന് അറിയാൻ കഴിഞ്ഞ്. മാത്രമല്ല, പെൺകുട്ടികളെ അവന്മാർ അവിടെ അടഞ്ഞെടുക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ഒത്തിരി റേപ്പ് കേസുകൾ നടന്ന സ്ഥലം അവിടെ. ഓ ഗോഡ് ഡാം ഇറ്റ്! അങ്ങനെ ഒരു വിളി കേട്ടാണ് ഡേവിഡ് ഋതുവും തിരിഞ്ഞു നോക്കുന്നത്. നോക്കുമ്പോൾ കാണുന്നത് കാറിന്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു പോകുന്നവനെയാണ്. പുറകെ എന്തോ പറഞ്ഞുകൊണ്ട് ജയറാമുണ്ട്. ഡേവിഡ് കൂടെ ഓടി. ലൊക്കേഷൻ ആരെയും പരിചയമില്ലാത്തതുകൊണ്ട് ഋതുവും പിന്നെ അവിടെ നിന്നില്ല. അവൾ അവരുടെ കൂടെ ഓടി. വല്ല വിധേനയും കാറിൽ കയറി പറ്റുമ്പോഴും വൈരിൻ വേഗത്തിൽ കാറ് പായിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ മനസ്സ് കലുഷിതമായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.